ടെൻസസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഏതുവരെയുള്ള ടെൻസാ കഴിഞ്ഞ ദിവസം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? സിമ്പിൾ പാസ്റ്റ് വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം സിമ്പിൾ പ്രസന്റ് പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസിനകത്ത് ഡൂഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുക. ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയും യൂണിവേഴ്സൽ ട്രൂത്ത് പറയാൻ വേണ്ടിയും സയന്റിഫിക് ഫാക്ട് പറയാൻ വേണ്ടിയും ഈ ടെൻസ് ഉപയോഗിക്കും. അതുപോലെ ഫ്യൂച്ചറിലെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് പറയാൻ വേണ്ടി ടി ടെൻസ് യൂസ് ചെയ്യും അല്ലെ? അതാണ് ഒന്നാമത്തെ ടെൻസിൽ നമ്മൾ പഠിച്ചത്, സിമ്പിൾ പ്രസന്റിൽ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ടെൻസായ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അവിടെ ഈസ് ആർ പ്ലസ് വെർബിന്റെ ING ആണ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ചു. ഒരു കാര്യം ഇൻ പ്രോഗ്രസ്സിലുള്ളത്, അതായത് നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടി ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച്ഡ്, നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം ഫ്യൂച്ചറിലെ ഒരു കാര്യം പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കും. അതായത് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞ അതേ സംഗതി. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ടെൻസിലേക്ക് വന്നു. ഹാസ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്ന ടെൻസ് ആണ്. ഇതിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. സാധാരണ രീതിയിൽ ഒരു ടൈം നൽകാത്ത പാസ്റ്റ് ആക്ഷൻ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അതുകൂടാതെ which has happened in the immediate പാസ്റ്റിൽ, അതായത് ജസ്റ്റ് ഉപയോഗിക്കുന്ന സെന്റൻസുകളിൽ, അതുപോലെ ഓൾറെഡി ഉപയോഗിക്കുന്ന നേരത്തെ പ്ലാൻ ചെയ്തതിന് മുന്നേ എക്സ്പെക്ടഡ് ടൈമിന് മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി ടെൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ എവർ, നെവർ, യെറ്റ്, ഓൾറെഡി, ലേറ്റ്ലി, റീസെന്റ്, സോഫാർ പോലെയുള്ള ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ടെൻസ് ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിരുന്നു. ഒരു വില കൂടിയത് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടു, പുസ്തകം കണ്ടു, വായിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ഈ ടെൻസിലാണ് പറയുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എനിക്ക് ഒരാളെ അറിയാം എന്ന് പറയുന്നതും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഒരു കാര്യം നടന്നു, അതിന്റെ ഫലം നമ്മൾ പറയുന്ന സമയത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിലാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. LPUPക്കൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ടെൻസ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. LPUPയിൽ കഴിഞ്ഞ ഇംഗ്ലീഷ് എന്ന് മുതലാണോ LPUPയിൽ ചോദിക്കാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള എല്ലാ വർഷത്തെയും ചോദ്യ പേപ്പറുകളെ ശേഖരിച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ആവാം, എപ്പോഴാണെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഈ അവസാനം കഴിഞ്ഞ LPUP വരെയുള്ള LPUP പരീക്ഷകളിലെ മാത്രം ഇംഗ്ലീഷ് ചോദ്യങ്ങളെ മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു കോംപ്രഹെൻസീവായ ക്ലാസ് ആയിരിക്കും. നിങ്ങളത് ലൈവിൽ തന്നെ വന്നിരുന്ന് കാണണം. ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരം എങ്ങനെ വന്നു എന്നുള്ളത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. മുഴുവൻ ചോദ്യ പേപ്പറുകളും ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പണി. അപ്പം നിങ്ങൾക്ക് ഈ പഠിക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അതായത് എവിടുന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം, പല കാര്യങ്ങൾ. ഇപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ ഞാൻ 1-2 ചോദ്യം കണ്ടു. സാധാരണ LDCക്ക് ചോദിക്കാത്ത ചില അഡ്വാൻസ്ഡ് മേഖലയുണ്ട്, അത് LPUPക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഏരിയകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. ആ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് സീരിയസ് ആവണം. ഭയങ്കര ഉടായ്പാണ് നിങ്ങൾ പല ആൾക്കാരും. കുറച്ച് ആൾക്കാർ മാത്രമേ സീരിയസ് ആയിട്ട് ക്ലാസ്സിനെ കാണുന്നുള്ളൂ. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹാസ് ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ING മുമ്പെപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി നമ്മൾ പറയുന്ന സമയത്തും തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിലാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. ഇവിടെ 2 ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്ന 2 പ്രപ്പോസിഷൻ ഉണ്ട്. ആർക്ക് പറയാൻ സാധിക്കുക പ്രപ്പോസിഷൻ ഏതാന്നുള്ളത്? ആർക്കാ പറയാൻ സാധിക്കും? ഒന്ന് കമന്റ് ഇട്ടെ. അതവിടുത്തെ ക്ലൂ ആണ്. അതവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കുറിക്കുന്ന സിൻസ് എന്ന് പറയുന്ന വാക്കും, ഇൻഡിക്കേറ്റ്സ് പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിക്കുന്ന ഫോർ എന്ന് പറയുന്ന പ്രയോഗവും. ഇനി നമ്മൾ ഡിഡ് വെച്ചിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഡിഡ് സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ പാസ്റ്റിൽ പൂർത്തിയായി പോയ ഒരു കാര്യം. ഇതിലെപ്പോഴും ചില ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. ഒന്ന് എഗോ, ഒന്ന് യെസ്റ്റർഡേ, ഒന്ന് ലാസ്റ്റ്. യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ഈ പറയുന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിക്കും. പിന്നെ പാസ്റ്റിൽ ഹാബിച്വൽ ആക്ഷൻ പറയാനും ഈ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പഠിച്ചു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇപ്പം ചോദിക്കാം. ഇന്ന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് പോവാണ്. ആർക്കെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടോ ചോദിക്കാം. സ്റ്റേജിലേക്ക് വന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതാ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഓക്കെ,
മുമ്പോട്ട് പോട്ടെ. യെസ്, ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസും വേറുമാണ് ഉപയോഗിക്കുക ഓക്സിലറി ആയിട്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രസന്റ് ഇത് പാസ്റ്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ ING രൂപം, അല്ല വെർബിന്റെ ING. എന്നാൽ ഇവിടെ വാസും വേറുമാണ് ഉപയോഗിക്കുക. വാസും വേറും എവിടേക്കാണ് ഇത് ഉപയോഗിക്കാൻ ചോദിച്ചാൽ, ടു എക്സ്പ്രസ് എ കണ്ടിന്യൂസ് ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ തുടർന്നിരുന്ന ഒരു പ്രവൃത്തി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെയല്ല, പാസ്റ്റിൽ കണ്ടിന്യൂസ് തുടർന്നിരുന്ന ഒരു പ്രവൃത്തി. ദ ചിൽഡ്രൻ വെർ പ്ലേയിങ് ക്രിക്കറ്റ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഐ വാസ് അറ്റൻഡ് ദ കോൺഫറൻസ്. ഞാൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ വേറെ ഒരു സംഭവം നടക്കുമ്പോൾ മറ്റൊന്ന് നടക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പ്രവൃത്തി ഇങ്ങനെ തുടരുക, മറ്റൊന്ന് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നടക്കുക. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഈ പ്രവൃത്തി നടക്കുമ്പോൾ മറ്റൊന്ന് തുടരുകയായിരുന്നു. ഈ സംഗതി പറയാൻ വേണ്ടിയിട്ട് ഒരാക്ഷൻ ഇങ്ങനെ തുടരുകയും ഒരാക്ഷൻ അവിടെ നടക്കുകയും ചെയ്യാം. ഓക്കെ, അത്ര സിറ്റുവേഷനിൽ അപ്പൊ നോക്കിയ വെൻ ദ ഫോൺ റാങ്, ബെല്ലടിച്ചപ്പോൾ ഷി വാസ് സ്റ്റഡിങ്. ഈ ഷി വാസ് സ്റ്റഡിങ് എന്ന് പറയുന്ന ഏതാ ടെൻസ് നോക്കിയേ? അവൾ ഫോൺ പഠിക്കുകയായിരുന്നു. ഷി വാസ് സ്റ്റഡിങ്, അവൾ പഠിക്കുകയായിരുന്നു. ആ പഠിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി തുടർച്ചയായ പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ആ ആക്ഷനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ സംഭവിച്ചത്? ഫോൺ ബെല്ലടിച്ചു. ഈ ഫോൺ ബെല്ലടിച്ചത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? റാങ് എന്ന് പറയുന്നത് റിങ്ങിന്റെ പാസ്റ്റ്. റിങ്, റാങ്, റങ് എന്നല്ലേ? അപ്പൊ ഇതൊരു SP ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നാൽ ഇതോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇതിനൊരു കോമ്പിനേഷൻ, ഇത് സെന്റൻസ് കോമ്പിനേഷൻ ആണ്. ഈ കോമ്പിനേഷൻ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് SP + PC എന്നാണ്. ഒരു പ്രവൃത്തി ഇങ്ങനെ തുടരുകയായിരുന്നു, അപ്പൊ വേറൊന്ന് വന്ന് നടക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി? ഒരെണ്ണം ഇങ്ങനെ തുടരുകയും മറ്റൊന്ന് അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, ഇന്ററപ്റ്റ് ചെയ്യും. ഇന്ററപ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. തുടരുന്ന പ്രവൃത്തിയെ, പാസ്റ്റിൽ തുടരുകയായിരുന്ന പ്രവൃത്തിയെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കും. ഓക്കെ, വെറും 9 കുട്ടികളാണ് ലൈവിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കോഴ്സ് അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ? സുജി, 100 ചില്ലറ കുട്ടികളുണ്ട് ഗ്രൂപ്പിൽ തന്നെ. 100 ചില്ലറ ആൾക്കാരുണ്ട്. എനിക്ക് 100 ചില്ലറ 130, 150 അടുത്ത് കുട്ടികളുണ്ട്. എന്നിട്ട് ഈ 150 കുട്ടികൾ നമുക്ക് റെക്കോർഡ് പരിപാടി അങ്ങ് ഒഴിവാക്കിയാലോ? കോഴ്സ് നിർത്തണ്ട, റെക്കോർഡർ അങ്ങോട്ട് ഒഴിവാക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 2 ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും. ലൈവിൽ ഇതേ അവസ്ഥയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് നമ്മൾ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ നോട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. ലൈവിൽ വരുന്നവർക്ക് മാത്രമായിട്ട് അത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എനിക്ക് നോട്ട് ഷെയർ ചെയ്താൽ. നൈറ്റൊക്കെ ഒരുപാട് ക്ലാസ്സുകളുണ്ട് അശ്വതി, മുഴുവൻ തിരക്കാണ്. ഇത് സമയം ഉണ്ടായിട്ടല്ല. പിന്നെ നിങ്ങൾ കുറേ ആളുകൾ ഇംഗ്ലീഷിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് 3-4 കൊല്ലം കിട്ടുമ്പോൾ വരുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ അവസരത്തിൽ നിങ്ങളുടെ കൂടെ നിന്നില്ല പിന്നെ എപ്പോഴാണ് നിങ്ങൾക്കൊരു സഹായം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തത്, സമയം ഉണ്ടായിട്ടല്ല. അപ്പോൾ ഓക്കെ, വെറും 9 പേരാണ് ലൈവിന് ഇരിക്കുന്നത്. ആ 9-ൽ 1 ചിലപ്പോൾ ഞാനായിരിക്കും, 8 പേര്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ലൈവിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധ. പിന്നെ കുറച്ച് പേര് റെക്കോർഡ് കാണുന്നുണ്ടാവാം. എന്നാലും ഞാൻ പലതവണ ഞാൻ പറഞ്ഞു ലൈവിന് കുറച്ച് വരിക മാക്സിമം. പിന്നീട് നിങ്ങൾക്ക് എവിടെ സമയം, ഇനി വളരെ കുറച്ച് സമയമല്ലുള്ളൂ. എല്ലാ വിഷയവും പഠിക്കണ്ടേ? ഇംഗ്ലീഷൊക്കെ ഇനി വേറെ സമയത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണോ? ഈ ലൈവിൽ വന്നാൽ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു പോകില്ലേ? LD ബാച്ച് ഉണ്ടെങ്കിൽ ലിൻസി ഇല്ല, LDD നിങ്ങളുടെ സിലബസ് 2-2ആണ്. ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ഒരു സ്ട്രാറ്റജി അല്ല LDയുടെ ക്ലാസ്സിൽ എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന LP UPക്ക് ചോദിക്കുന്നതായ ചില രൂപത്തിൽ കുറേ ചോദ്യങ്ങളുണ്ട്. സിലബസ് ഏറെക്കുറെയൊക്കെ ഒന്ന് തന്നെയാണെങ്കിൽ കൂടിയും
ക്ലാസ് രണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിൽ റെക്കോർഡറൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യക്കുറവാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. റെക്കോർഡർ ക്ലാസ് തരുന്ന പരിപാടി നിർത്തും. ഇംഗ്ലീഷ് തനിച്ച് പഠിക്കാൻ എനിക്കറിയാതെ, അതുകൊണ്ടല്ലേ സൂചി ഞാൻ പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് റെക്കോർഡർ കണ്ട് പഠിച്ചോളെന്ന് പറയാം. അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇത് ലൈവിന് വന്നാൽ തന്നെ പഠിക്കുന്നില്ല, എന്നിട്ടാണ് പിന്നെ റെക്കോർഡർ കണ്ടിട്ട്. അപ്പൊ റെക്കോർഡർ കണ്ട് പഠിക്കുന്നുണ്ടാവും. അത്രയും അധികം ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ചില പണികളും ആ സമയത്ത് പല പല കാര്യമുള്ള ആൾക്കാരുണ്ടാവും. തീരെ ഒഴിവാക്കാൻ പറ്റുന്നത് അവർ കണ്ടോട്ടെ റെക്കോർഡ്. പക്ഷെ ഈ റെക്കോർഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അതൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് കണ്ടോളാം, കാണില്ല. നിങ്ങൾ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യില്ല. ഭയങ്കര ബുദ്ധിമുട്ടാത്. കാണുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നു. വളരെ സീരിയസ് ആയിട്ട് റെക്കോർഡർ കാണുന്ന ചില കുട്ടികളുണ്ട്. ഒരു റെക്കോർഡർ എന്തെങ്കിലും പ്രശ്നം വന്ന കുറച്ച് കഴിയുമ്പോൾ വിളിയോളും എവിടെ പോയി. കാരണം അവരവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വരുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. എങ്കിലും ബഹുഭൂരിപക്ഷ ആൾക്കാരും ലൈവും കാണുന്നില്ല, റെക്കോർഡറും കാണുന്നില്ല. റെക്കോർഡർ കാണാമെന്ന ഒരു ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. അത് പിന്നീട് നടക്കില്ല. നിങ്ങൾക്ക് പിന്നീട് ഇംഗ്ലീഷ് ഭയങ്കര ബോറിങ്. കാരണം പരീക്ഷയോട് അടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് പഠിക്കൽ ബോറിങ് ആവും. ഇംഗ്ലീഷ്, മാത്സ് പോലെയുള്ള വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ സയൻസ് പഠിക്കുന്ന മാതിരി പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് ഇരുന്നിട്ട് പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കുന്ന പരിപാടി അല്ല ഇത്. ഇത് പ്രാക്ടീസ് ചെയ്ത് തെറ്റ് വരുത്തി ശരിയാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് പ്രാക്ടീസ് തന്നെ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ കുറെ ആൾക്കാർ വരുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷമുള്ളൂ ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഒരു സീരിയസ് ആയിട്ട് കാണാം കേട്ടാ. ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നുള്ളൂ ലെൻസി. ഓക്കെ, മതി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്താൽ മതി, പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെല്ലാത്തിനും ഈ സാധനങ്ങളെല്ലാം സിലബസിൽ പറഞ്ഞെല്ലാം ഇവിടെ തരുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. ഈ ടെൻസൊക്കെ ഈ SP + PC ഇങ്ങനത്തെ സെന്റൻസ് പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? അത് അത്രയും ആഴത്തിൽ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളാണ്. ആ അഡ്വാൻസ്ഡ് ആയ പോയിന്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മാർക്ക് പോവില്ല. എനിക്ക് ആകെ കുറച്ച് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുമെന്ന് പേടിയുള്ള മേഖല വൊക്കാബുലറിയാണ്. അതിനെ മറികടക്കാനുള്ള ചില പണികൾ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഡെയിലി ഓരോ ഫാമിലി വെച്ചുകൊണ്ട് സിനോണിംസ് ആൻഡ് ആന്റണിംസ് തരുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയ വേർഡ്സുകളാണ്, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അത് ഓരോ ദിവസവും ഇത്തിരി ആയിട്ട് അല്പാൽപമായിട്ട് പരിചയപ്പെട്ടു പോകണം. പിന്നെ വൊക്കാബുലറിയുടെ ക്ലാസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരും. അപ്പം നമ്മളതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കും. ഓക്കെ, എനിവേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പരമാവധി ലൈവിൽ വരിക. ഞാൻ അൺ അക്കാദമിയിൽ ക്ലാസ്സിന് വേണ്ടിയായിരുന്നു. ഓക്കെ, എനിക്കറിയാം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടൊക്കെ ജോയിൻ ചെയ്ത് അവിടെയൊക്കെ കുറെ പൈസ അവിടെ കൊണ്ട് അൺ അക്കാദമിയിൽ കുറെ പൈസ മുടക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അതെന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലല്ലായിരുന്നു ലിൻസി. അപ്പൊ എനിക്ക് ക്ഷമ ചോദിക്കുകയല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാന ഘട്ടം വരെ അതിന്റെ അസ്ഥിവാര വിളയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതിന്റെ പുറകിൽ വേറൊരു അടിയൊഴുക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിന് അത് മനസ്സിലായില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ക്ലാസ്സിലും ഇതിലൊക്കെ ശ്രദ്ധയിലായിരുന്നു. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന് ഒരു വർഷം നീണ്ട ഒരു പരിപാടിയായിരുന്നു. അത് വേറൊരു പ്ലാറ്റ്ഫോമിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അസ്ഥിവാരവും അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഹെഡായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇതാക്കിക്കൊണ്ട് അതിനെ അങ്ങ് താഴേക്ക് അതിൻ്റെ സ്കെയിൽ കൊണ്ടുവന്നിട്ട് വേറെ ചില ഉദ്ദേശങ്ങളായിരുന്നു അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അന്ന് ഒരുപാട് പേര് അവസാന നിമിഷത്തിലൊക്കെ ചേർന്ന ഒരുപാട് പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേ നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകണ്ട, നമ്മുടെ വിഷയമല്ല. യെസ്, ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യണം എല്ലാവരും, പ്ലീസ് ദയവായിട്ട് ലൈവിന് വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ഇത്തവണ ജോലി വാങ്ങിക്കണം കേട്ടോ, നിർബന്ധമാണത്. നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർ എല്ലാവരും ജോലി ഇത്തവണ വാങ്ങിക്കണം. ഇനി ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു പരീക്ഷ എഴുതാനുള്ള അവസരം കുറെ വിദൂരെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, കിട്ടുന്ന ചാൻസിനെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം എനിക്കാണ്. അതുകൊണ്ടാണ് ഈ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ഉഷാറാവൂ, ഒന്ന് നന്നാവൂ കേട്ടോ. ഒന്ന് ഉഷാറാവുക, ജോലി വാങ്ങിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ഒരു വാശിയായിട്ട് ഏറ്റെടുക്കുക. ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാം പഠിക്കണം. ഇംഗ്ലീഷിൽ ഒരു മാർക്ക് പോകാൻ പാടില്ല, അതേപോലെ ഒന്നിനും പോകാൻ പാടില്ല. അപ്പോൾ ഓരോ വിഷയവും നിങ്ങൾ അതത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് മറ്റുള്ള ആൾക്കാർ പോകണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ നിൽക്കണ്ട. കുറേ ആൾക്കാർ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടുന്ന സ്ഥലം എവിടെയാണ് അവിടെ പോവുക. എന്നിട്ട് അതത് ടോപ്പിക്കുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ
ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇനി നിങ്ങൾ പൈസക്ക് മൈൻഡ് ചെയ്യണ്ട, ഒന്നും നോക്കണ്ട കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള സാധനം അവിടെ കിട്ടും, അവിടെ പോയിട്ട് സംഗതി വാങ്ങിച്ചോളാം. മനസ്സിലായോ? എല്ലാ വിഷയവും ഇംഗ്ലീഷ് മാത്രമല്ല പറയുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാം, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. മുഴുവൻ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ക്ലാസ് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യണ്ട, നിങ്ങൾ ജോയിൻ ചെയ്യും വേണ്ട, ഈ കോഴ്സൊന്നും നിങ്ങൾ ഫോളോ ചെയ്യണ്ട. മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനാണെങ്കിൽ മാത്രം കോഴ്സ് ഫോളോ ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യെസ്. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലൈവിൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. ആളുകൾ വളരെയധികം ഇങ്ങനെ കുറവാണെങ്കിൽ ഞാൻ റെക്കോർഡ് തരുന്ന പരിപാടി ഒഴിവാക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസും വേറും പ്ലസ് ആ വെർബിൻ്റെ ING ആണ് ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് പാസ്റ്റിൽ ഒരു തുടർച്ചയായ പ്രവൃത്തി പറയാനാണ് നമ്മൾ ആദ്യം ബേസിക്കലി പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു SP + PC എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു പ്രവൃത്തി തുടരുകയും മറ്റൊന്ന് അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഈ പറഞ്ഞ കാര്യം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നിന്നെല്ലാം, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് 2 actions, 2 actions, ഇത് 2 എന്നാണ്, which were going on at the same time in the past. പാസ്റ്റിൽ ഒരേ സമയത്ത് 2 പ്രവൃത്തികൾ ഇങ്ങനെ നടക്കാം, ഒരേ സമയം. അതായത് 2 തുടർച്ചയുള്ളത് ഒന്നിങ്ങനെ നടക്കുമ്പോൾ അതിന് പാരലലായിട്ട് വേറെ ഒരു ആക്ഷൻ. അപ്പോൾ PC + PC എന്ന് അതിന് പറയാം നമ്മൾ പാറ്റേൺസിൽ. അതായത് while I was studying, she was playing music. While I was driving, he was sleeping. മനസ്സിലായോ? ഇനി പറയണോ? അതായത് 2 പ്രവൃത്തി ഒരേ സമയം നടക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് പ്ലേയിങ് മ്യൂസിക്, അവൾ മ്യൂസിക് പ്ലേ ചെയ്യായിരുന്നു. while I was driving, he was sleeping. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അവൻ ഉറങ്ങായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതൊരു പാറ്റേൺ, 2 പാറ്റേൺ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ 2 പാറ്റേൺസ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ 2 പാറ്റേൺസ്? SP + PC, PC + PG. ഓക്കെ, ആർക്കാ സ്റ്റേജിൽ വരാൻ പറ്റുക? സ്റ്റേജിലേക്ക് അശ്വതി, അശ്വൻ ഒന്ന് സ്റ്റേജിലേക്ക് വാ, നോക്കട്ടെ. സ്റ്റേജിലേക്ക് ഒന്ന് വാ, നോക്കട്ടെ. ഹലോ സർ. ആ, കാണുന്നുണ്ടോ? യെസ്. അപ്പോ ഇപ്പൊ എന്താ കാണുന്നത്? സാർ കാണുന്നുണ്ട്. ഇപ്പൊ എന്നെയാ കാണുന്നത് അല്ലെങ്കിൽ സ്ക്രീനോ? സാറേ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ. അശ്വതി നമ്മൾ അൺഅക്കാദമിയിൽ ഉണ്ടായിരുന്ന അശ്വതി അല്ലേ? ഇല്ല അല്ല. സാറ് ക്ലാസ് ഞാൻ ടച്ചിന് ഫോളോ ചെയ്ത്. ഓക്കെ. അപ്പൊ അശ്വതി, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസ് ഏതാ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ ഏതാ? വാസ്, വേർ പ്ലസ് ING, വി പ്ലസ് ING. വാസ്, വേർ പ്ലസ് ING അല്ലേ? ഓക്കെ. എവിടെയാ? കോച്ചിങ് സെന്ററിലാണല്ലേ അല്ലേ? അത് ശരി, അവിടെ പഠിച്ചോണ്ടിരിക്കുക. പിന്നെ ഓക്കെ, ഇവിടെ ഈ എവിടെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക? പാസ്റ്റില് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാം. പാസ്റ്റില് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ 2 സെന്റൻസ് പാറ്റേൺസ് പഠിച്ചു. ഏതൊക്കെയാ സെന്റൻസ് പാറ്റേൺസ്? SP + PC, ഒരു പ്രവൃത്തി നടക്കുമ്പോൾ വേറൊരു പ്രവൃത്തി തുടരുന്നത്. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ മറ്റൊരു പ്രവൃത്തി നടന്നു അല്ലെ? നടന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോ അശ്വതി വന്നു. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം?
I was reading book when Ashwati was coming. Ashwati Was coming. came. Came. അല്ലേ? ആ. അത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കൂ. എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ടെൻസ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. I was reading എന്ന് പറഞ്ഞാൽ ഏതാ ടെൻസ്? I was reading simple present tense. സിമ്പിൾ പ്രസന്റ് ആണോ? അല്ല. ലിൻസി പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് വേറ് was were plus ing. കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? അപ്പൊ ഐ വാസ് റീഡിങ്, ഞാൻ വായിക്കുകയായിരുന്നു എന്ന് പറയുന്നത്, ഐ വാസ് റീഡിങ് ദ ബുക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വെൻ അശ്വതി കെയിം എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ ഏതോ ഓക്സിലറി ഡിഡ് അല്ലേ? അപ്പൊ ഇത് ഏതാ ടെൻസ്? ഏതാ? സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് പ്ലസ് പി സി ആണ്. എസ് പി പ്ലസ് പി സി എന്ന് പറയുന്ന പാറ്റേൺസിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ചോദ്യം പരീക്ഷയ്ക്ക് രണ്ട് രീതിയിലാണ് ചോദിക്കാം. എങ്ങനെയാ ചോദിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഐ ഡാഷ് ബുക്ക് വെൻ അശ്വതി came. ഓപ്ഷനില് എ വാസ് റീഡിങ്, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി ഹാവ് റെഡ്, ഓപ്ഷൻ ഡി ഇസ് റീഡിങ് എന്തെങ്കിലും ഉണ്ടാവും. ഏതാ അവിടെ ആൻസർ വരിക? അതെങ്ങനെയാ മനസ്സിലായത്? അശ്വതി കെയിം, അശ്വതി വന്നപ്പോൾ ഇത് ഒരു എസ് പി ആണ്. അപ്പോ ആ സമയത്ത് അവിടെ എന്തോ തുടരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ളത് റീഡിങ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതേപോലെ ഇത് വേറെ രൂപത്തിൽ വരും. അതെങ്ങനെ അറിയോ? ഐ വാസ് റീഡിങ് ബുക്ക് വെൻ അശ്വതി ഡാഷ്. ഓപ്ഷനില് ഇങ്ങനെ വരും. എ ഈസ് കമ്മിങ്, ബി പിന്നെ ഹാസ് കം, സി കെയിം, ഡി നൺ ഓഫ് ദ അബോവ് എന്തെങ്കിലും ഉണ്ടാവും. എന്താ അവിടെ വരിക? കെയിം ആണ് വരിക. അത് എങ്ങനെ മനസ്സിലായി? ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് അല്ല സിമ്പിൾ പാസ്റ്റ് എസ് പി പ്ലസ് പി സി ആണ്. അപ്പൊ ഇവിടെ പി സി ആണുള്ളത്, പാസ്റ്റ് കണ്ടിന്യൂഷൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായി അടുത്ത കോമ്പിനേഷനിൽ എന്താ വരുന്നത്? ഒരു സിമ്പിൾ പാസ്റ്റ്, ഒരു എസ് പി വരേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരേ സാധനം രണ്ട് രൂപത്തിൽ ചോദിക്കാം പരീക്ഷയ്ക്ക്. മനസ്സിലായോ? ഓക്കെ, പിടുത്തം കിട്ടിയാ? കിട്ടിയില്ലേ? ഓക്കെ. ഇനി വേറെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചല്ലോ, എസ് പി പ്ലസ് പി സി അല്ലാതെ പി സി പ്ലസ് പി സി. അതല്ലേ അതിന്റെ പ്രത്യേകത എന്താ? രണ്ടാക്ഷൻ ഒരേ സമയം നടക്കും. എസ് പി പ്ലസ് പി സിന്റെ പ്രത്യേകത അത് നമ്മൾ സൂചിപ്പിക്കുക എങ്ങനെയാണ്? ഒരാക്ഷൻ ഇങ്ങനെ തുടരുകയും മറ്റൊന്ന് അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ രണ്ടും എന്താണ്? ഒരേ സമയത്ത് തുടരുന്ന പ്രവൃത്തി. ഉദാഹരണമായിട്ട് when അശ്വതി വാസ് സ്റ്റഡിങ്, അശ്വതി പഠിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അശ്വതിന്റെ കൂട്ടുകാരിന്റെ പേരെന്താ? അടുത്തിരിക്കുന്ന ആളെ പേര് പറ. അടുത്തിരിക്കുന്ന വേറെ ഫ്രണ്ട്. എന്നാ ഒരു കൂട്ടുകാരിന്റെ പേര് പറ. സൂര്യ. സൂര്യ വാസ് ടോക്കിംഗ്. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് വാസ് ടോക്കിംഗ്, വാസ് സ്റ്റഡിങ് രണ്ടും എന്താണ്? ഒരേ സമയം, രണ്ടും ഒരേ സമയം നടക്കുന്ന. ഓക്കെ. ഇവിടെ നമ്മൾ സാധാരണ വെന്നിന് പകരം വൈലാണ് ഉപയോഗിക്കുക. അതാണ് ഇവിടുത്തെ ക്ലൂ. നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന്. വൈൽ അശ്വതി വാസ് സ്റ്റഡിങ്, സൂര്യ വാസ് ടീച്ചിങ്, ടോക്കിംഗ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ വൈലാണ് ഉണ്ടാവുക ഇവിടെ വെന്നിന് പകരം. വെന്ന് ഉപയോഗിച്ച തെറ്റില്ല, പക്ഷെ വൈലാണ്
99% ഉപയോഗിക്കാം. ഓക്കെ Okay. ഓക്കെ Okay. ഓക്കെ അല്ലേ ശരി? ശരി സർ. ഓക്കെ ശരി എന്നാൽ. ഓക്കെ താങ്ക്സ് അലോട്ട്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിബഡി ക്യാൻ ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. യെസ്. ഇനി ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഈ 4ാമത്തെ പോയിന്റ് ഞാൻ വിട്ടാണ്. 1, 2, 3 പോയിന്റുകളാണ്. അപ്പോൾ അതിലൊന്ന് SP + PC, 2 PC + PC. ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയാം. ഒരു പാറ്റേൺ SP + PC ആണ്. അതായത് when the phone rang, വെല്ലടിച്ചപ്പോൾ he was studying. when his father came, അച്ഛൻ വന്നപ്പോൾ he was playing football. if he was playing football എന്ന് പറഞ്ഞാൽ PC ആണ്, past continuous, മറ്റേത് SP ആണ്. ഇനി PC + PC രണ്ടും ഒരേ സമയത്ത് നടക്കുക. അതാണ് പാറ്റേൺ 2. 2 actions, okay, 2 actions which were going on the same time in the past. While I was studying, she was playing music. While I was driving, he was sleeping. Okay. രേഖ ഒന്ന് സ്റ്റേജിലേക്ക് വാ. ആർക്കാ രേഖയ്ക്ക് വരാൻ പറ്റുമോ? സ്റ്റേജിലേക്ക് വാ. രേഖ അല്ലെങ്കിൽ ലിൻസി, ആരാണ്? ആരെങ്കിലും വേമ്പാ? ആ രേഖ കേൾക്കുന്നുണ്ടോ? രേഖ പറ. രേഖ മൈക്ക് ഓൺ അല്ല രേഖന്റെ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. രേഖ ഈ ചോദ്യം ഒന്നൊന്ന് വായിച്ചേ. They dashed that house when I was here last year. ഇതിന്റെ ഉത്തരം എന്താ വരിക? when I was here last year എന്ന് പറയുന്നത് ഇവിടുത്തെ വാസ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നതാണ്. ഈ വാസ് ശരിക്കും SP ആണ്. അതായത് ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ വാസ് യൂസ് ചെയ്താൽ സിമ്പിൾ പാസ്റ്റും ഇസ് യൂസ് ചെയ്താൽ സിമ്പിൾ പ്രസന്റും ആണ്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. രേഖ ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്. ഐ ആം എ ടീച്ചർ. ഓക്കെ, ഇവിടെ ആം ഉണ്ട്, പക്ഷെ ഇത് ആം കഴിഞ്ഞിട്ട് വെർബിന്റെ ING ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ ഒരു അവസ്ഥയെ കുറിച്ചല്ലേ പറയുന്നേ. അങ്ങനെ പറയുമ്പോ ആം, ഈസ്, ആറൊക്കെ വന്നാല് അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഐ ആം എ ടീച്ചർ എന്ന് പറയുന്ന സെന്റൻസ് എന്താ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് അല്ലേ? ഐ ആം, എനിക്കൊരു രോഗം ഉണ്ടെന്ന് വിചാരിക്കുക. ഐ ആം എ പേഷ്യന്റ്. എന്റെ അവസ്ഥയാണ് പേഷ്യന്റ്. ഇത് ഏതാ സെന്റൻസ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ആം കണ്ടത് കൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഐ വാസ് എ പേഷ്യന്റ്. ഞാനൊരു രോഗിയായിരുന്നു, ഇപ്പൊ രോഗം മാറി. ഇതോ? ഇത് സിമ്പിൾ പാസ്റ്റ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഐ വാസ് ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണത്? SP ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. വാസ് കണ്ടപ്പോ പലരും തെറ്റിദ്ധരിക്കും ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ. അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. എൻ്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു പഴയ അവസ്ഥയാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് വരിക? നമ്മൾ SP + PC അല്ലേ പഠിച്ചത്. അപ്പൊ ഇവിടെ PC-യുടെ കുറവല്ലേ ഉള്ളത് രേഖ? PC-യിൽ ഏതാ ഓക്സിലറി? PC-യിൽ ഏതാ ഓക്സിലറി? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഏത് ഓക്സിലറി നമ്മൾ ഉപയോഗിക്കുക? നമ്മളിപ്പോ പഠിച്ചല്ലേ, വാസ് അല്ലെങ്കിൽ വേർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ ആൻസർ ഏതായിരിക്കും? വേർ ബിൽഡിംഗ്. ഓക്കെ, they were building that house when I was last year. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ഇവിടെ ഈ ലാസ്റ്റ് ഇയർ കണ്ടാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കും, ഇത് സിമ്പിൾ പാസ്റ്റ് ആട്ടോ. ലാസ്റ്റ് ഇയർ കണ്ടാല് അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ആ വീട് ഉണ്ടാക്കുകയായിരുന്നു. അടുത്തതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 2. When I first met him,
He was working in a hospital. He was. Very good, very good. ആദ്യത്തത് ഫസ്റ്റ് മെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? Simple past. സിമ്പിൾ പാസ്റ്റ്, SP അല്ലേ? അപ്പൊ ഇവിടെ എന്തിന്റെ കുറവുണ്ടാവുക? ഒരു PCക്കാണ് സാധ്യതയുള്ളത്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ ഓക്സിലറി വാസ് അല്ലെങ്കിൽ വേർ. അപ്പോ ആയതുകൊണ്ട് വാസ് വർക്കിംഗ് അല്ലേ? വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ലിൻസി. ഇനി നമുക്ക് അടുത്ത ആലോചിക്കാം. ഓക്കെ, അല്ല രേഖയായിരുന്നു വന്നിരുന്നത്, സോറി. ഇനി അടുത്തത് ആരാ വരിക? റുക്സാനയ്ക്ക് വരാൻ പറ്റും? റുക്സാന, ലത്തീഫ് പോയാ? ഓക്കെ, ഒന്ന് വന്നേ നോട്ടെ. അടുത്തന്റെ ആൻസർ പറഞ്ഞിട്ട് പോ. സുജി, ദീപ, ആരും വരുന്നില്ല. ദീപ, മൈക്കോണാക്ക് ദീപ. ദീപ ഈ ചോദ്യം ഒന്ന് വായിക്കൂ. When I came in, the cat dashed in my chair. When I came in എന്ന് പറഞ്ഞ ഏതാ ടെൻസ്? Past. സിമ്പിൾ പാസ്റ്റ് അല്ലേ? Came, when I came, സിമ്പിൾ പാസ്റ്റ് അല്ലേ വരിക? SP അല്ലേ? അല്ലേ ലിൻസി VP? I came, സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ വരിക? The cat was sleeping in my chair. Was sleeping, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? ഒരു PC ആ വരിക. അപ്പൊ ഈ ഫോർമാറ്റിന്റെ പേരെന്താ? SP plus PC. ഇങ്ങനെയാണ് ഇവിടെ ചോദ്യം വരിക. PC plus PC വരാറുണ്ട്. അപ്പൊ ഞാൻ മോഡലിൽ ഇല്ല. ഇനി ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് വേറെ തരുന്നതിനകത്ത് ഈ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇന്ന് നമ്മൾ 2 പാറ്റേൺ പഠിച്ചു. ഏതൊക്കെയാന്ന് പറഞ്ഞേ? SP plus PC and PC plus PC. Yes, SP plus PC, PC plus PC. ഓക്കെ, എന്ത് ഡൗട്ട് ഒക്കെ ഉണ്ടോ ചോദിക്കാട്ടാ. ഓക്കെ, സംഭവം ക്ലിയർ ആണോ ദീപ? ഞാൻ ലേറ്റ് ആയിട്ടാണ് കേറിയത്. ഞാൻ ജസ്റ്റ് ഇത് കേട്ടതേ ഉള്ളൂ കേറിയ സമയത്ത്. ക്ലാസ് അറ്റൻഡ് ചെയ്യണം കൃത്യമായിട്ട് കേട്ടോ, മനസ്സിലാക്കണേ. ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാ. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൽ ഏത് വലിയ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം തെറ്റില്ല. ഓക്കെ, യെസ്, താങ്ക് യു ദീപ. യെസ്, ഇനി നമ്മൾ അടുത്ത ടെൻസിലേക്ക് നമുക്ക് പോകണം. നാളത്തെ ക്ലാസ്സിൽ പോവാം കേട്ടോ. നാളെ കുറച്ചൊരു കുട്ടികൾ വരുന്ന ഞാൻ വിചാരിക്കാം. നമുക്കിനി നേരെ എന്തിലേക്ക് പോകാം? സോറി, 2 ചോദ്യം കൂടി ഉണ്ട്. രണ്ട് ചോദ്യം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൊക്കാബുലറിയിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് കമന്റ് വഴി ഇട്ടാലും മതി, ആൻസർ ചെയ്താലും മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമ്മളെ ആരാണുള്ളത്? അശ്വതി എന്നെ ഒന്നുകൂടെ വന്നോ. അശ്വതി പറഞ്ഞാലും മതി. അശ്വതി, ബാക്കിയുള്ളൊരു കമന്റ് ഇട്ടോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാക്കി എല്ലാവരും കമന്റ് ഇട്. അശ്വതി സ്റ്റേജിലേക്ക് വാ. ലിൻസി VP എന്താ പറയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ലിൻസി പറയുന്നത് ആണ് സർ. ഫസ്റ്റ് ഈ ചോദ്യം വായിക്കി. When I arrived at his house, he dashed his lunch. അപ്പൊ ഈ when I arrived എന്ന് പറയുന്നത് ഏത് ടെൻസാ? Simple past. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇവിടെ എന്തിനാണ് ഒരു സാധ്യത കാണുന്നത്? Past continuous. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവിടെ ഏതാ ഓക്സിലറി? Was talking. Was talking അല്ലേ? ഗുഡ്. ഇനി 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്തേ. It dashed heavily. It dashed heavily when I woke up yesterday. Woke up yesterday. Simple past. സിമ്പിൾ പാസ്റ്റ് SP. അപ്പൊ ഇവിടെ PCക്ക് സാധ്യത ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഏതായിരിക്കും? Was raining. Was raining. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പാറ്റേൺ ചോദ്യം വന്നതിന് ശരിയാക്കിക്കൊള്ളേ. Yes sir. സാർ ചോദിച്ചത് SP plus PC ഉണ്ട്. അത് സാർ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ ഒന്നും കൂടെ ഇതായത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. താങ്ക്സ് സർ.